നമ്മൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്കാണ് നമുക്ക് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി MDMA ആണ് നമ്മൾ 100 ഗ്രാമിന് മേളിലോളം MDMA ഉണ്ട്. അപ്പം നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 100 ഗ്രാം MDMA തിരൂർ സ്വദേശിയായ യുവാവിനെ പോലീസ് പിടികൂടി. വിദ്യാർത്ഥിയിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയ കേസിന്റെ തുടർ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പലകപ്പറമ്പ് ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കൊളത്തൂർ പലകപ്പറമ്പ് ഭാഗത്ത് നിന്ന് 100 ഗ്രാം MDMA തിരൂർ പൊന്മുണ്ടം സ്വദേശി സക്കീർ ഹുസൈൻ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായി. ദിവസങ്ങൾക്ക് മുൻപ് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് MDMA പിടികൂടിയ കേസിന്റെ തുടർ അന്വേഷണമാണ് സക്കീർ ഹുസൈനിലേക്ക് എത്തിയത്. ഇയാളെ ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു പോലീസ്. ലഹരി വിൽപ്പനയ്ക്കായി പോകുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയത്. സമാന രീതിയിൽ ഇയാൾ മുൻപും പോലീസ് കേസിൽ പ്രതിയായിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ നാർക്കോ ഫണ്ട് നമ്മൾ കുറച്ച് വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ ഒരുപാട് കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡാൻസ് ഓഫ് സ്ക്വാഡും നമ്മുടെ ലോക്കൽ പോലീസും എല്ലാവരും കൂടെ നമ്മൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്കാണ് നമുക്ക് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി MDMA ആണ് നമ്മൾ 100 ഗ്രാമിന് മേളിലോളം MDMA ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരനല്ല, നമ്മുടെ തിരൂര് പൊന്മുണ്ടം ലിമിറ്റിൽ താമസിക്കുന്ന ആളാണ്. ഇയാൾക്ക് നേരത്തെയും കേസുള്ളതാണ്. അപ്പോൾ അയാളെയാണ് നമ്മളിപ്പം ഇവിടെ പിടിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ സീനിയർ CPO സുരേന്ദ്രബാബുവും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.